മോർണിംഗ്, വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമ്മൾ നല്ലൊരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. വെള്ള കളറിലെ നാരങ്ങ അച്ചാർ, ചില്ലി പൗഡർ ഒന്നും ഇടാതെ. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഞാനിവിടെ ഒരു 5 ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, 2 എരിവുള്ള പച്ചമുളകാണ്, പിന്നെ കുറച്ച് കാന്താരി, ഒരു 7 കാന്താരി ഉണ്ട്, പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു 8-9 വെളുത്തുള്ളി ഉണ്ട്, പിന്നെ വേണ്ടുന്നത് കറിവേപ്പില, പിന്നെ കടുക്, ഉലുവ, ഉപ്പ്, ഇത്രയും മതി നമുക്ക്. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. പിന്നെ അതിനു മുമ്പ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ, പെട്ടെന്ന് നമുക്ക് അച്ചാർ ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ നാരങ്ങ നല്ല സോഫ്റ്റ് ആകും. എന്ത് ചെയ്യണമെന്നറിയാവോ, ഇഡലി ഉണ്ടാക്കുന്ന സ്റ്റീമർ വെച്ച് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 5-6 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോഴത്തേന് ഇത് നല്ല സോഫ്റ്റ് ആകും. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം, അതായത് ഈ നാരങ്ങ മുങ്ങിക്കിടക്കണം, ആ പരുവത്തിൽ വെള്ളം ഒഴിക്കുക. കുറച്ച് ഉപ്പ് ഇതിനകത്തോട്ടിടണേ, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് മിക്സ് ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊരു 4-5 മിനിറ്റ് നമ്മൾ ഗ്യാസിൽ വെച്ചൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ലപോലെ സോഫ്റ്റ് ആകും. ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ജ്യൂസ് എല്ലാം ശരിക്കും പുറത്തേക്ക് വരും കേട്ടോ, അതുപോലെ സോഫ്റ്റ് ആകും. അന്നേരം നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാൻ പറ്റും. ഇത് നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നപ്പോൾ അവിടെ കേറ്ററിംഗുകാർ വന്നപ്പോൾ അവരിങ്ങനെ ചെയ്യുന്ന കണ്ടു. അപ്പോൾ അവരാണ് പറഞ്ഞത് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താൽ മതിയെന്നേ. അപ്പോൾ ഇത് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റിന് ശേഷം ഇത് ഞാൻ കാണിച്ചു തരാവേ. നാരങ്ങ ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല സോഫ്റ്റായി കിട്ടും. ഇനി നമുക്ക് ആ സമയം കൊണ്ട് ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കാവേ. ഇതുപോലെ നീളത്തിൽ അരിഞ്ഞാൽ മതി ഇഞ്ചി കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ് ഇത് കേട്ടോ, വെള്ള കളറ്. ഈ രീതിയിൽ ഇഞ്ചി അങ്ങ് അരിഞ്ഞ്, വെളുത്തുള്ളി ഒരു സ്വല്പം വലുതാണ്, അതുകൊണ്ട് നമുക്കതൊന്ന് രണ്ടായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. ചെറിയ വെളുത്തുള്ളിയാണ്, അരിയേണ്ട കാര്യമേ ഇല്ല. ഇത് ഇച്ചിരി വലിയ വെളുത്തുള്ളിയാണ്. സദ്യയുടെയൊക്കെ കൂട്ടത്തിൽ എപ്പോഴും ഒരു അച്ചാർ ഭയങ്കര നിർബന്ധമാണ് അല്ലേ. നമ്മൾ ഓണത്തിനൊക്കെ എപ്പോഴും സദ്യ ഉണ്ടാക്കുന്നതല്ലേ, അപ്പം നമ്മൾ നേരത്തെ ഇതുപോലെ അച്ചാറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നമുക്ക് ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും അച്ചാറ് കുറച്ച് ദിവസം ഇരിക്കുമ്പം ശരിക്കും അതിൻ്റെ ടേസ്റ്റ് ഒക്കെ ഇറങ്ങും. ഇനിയിപ്പോൾ ഇത് നമുക്കൊന്ന് രണ്ടായിട്ട് കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കും. എരിവും പുളിയും ഉപ്പും എല്ലാം കൂടെ ചേരണം, അന്നേരമാണ് ആ ഒരു അച്ചാറിന് ആ ഒരു ടേസ്റ്റ് വരുന്നത്. നമ്മൾ കാന്താരി മുറിക്കുന്നില്ല കേട്ടോ, അത് അതുപോലെ അങ്ങ് ഇട്ടാൽ മതി. കറിവേപ്പില അന്നേരം ചേർത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ നാരങ്ങ അരിഞ്ഞെടുക്കണം. നമ്മൾ നാരങ്ങ 5 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് നാരങ്ങ ഇതുപോലെ ഇട്ടിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തേക്കണം. ഐസ് വാട്ടർ അല്ല, നമ്മുടെ നോർമൽ വാട്ടർ കേട്ടോ. അന്നേരത്തിന് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടുകയും ചെയ്യും. എന്നിട്ട് ഇത് നമ്മൾ ഓരോന്നെടുത്ത് അരിഞ്ഞെടുത്താൽ മതിയേ. ഈ വെള്ളത്തിലിട്ടിങ്ങനെ നമ്മൾ ഒന്ന് തിളപ്പിക്കുമ്പോഴുണ്ടല്ലോ, ചില നാരങ്ങയ്ക്ക് ഇച്ചിരി നല്ല കയ്പായിരിക്കും. അപ്പോൾ ആ കയ്പും അങ്ങ് കുറച്ച് മാറി കിട്ടുവേ. ഇതിപ്പോൾ എന്താണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കണ്ടോ, കാണുമ്പോൾ അറിയാം നല്ല സോഫ്റ്റ്. ഇത് കമഴ്ത്തി വെച്ച് കട്ട് ചെയ്യരുത് കേട്ടോ, കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതാ. അന്നേരം അതിന്റെ ജ്യൂസ് എല്ലാം മൊത്തം താഴെ പോവും. അതുപോലെ സോഫ്റ്റ് ആണ് ഇത്. ഇങ്ങനെ വെച്ചേ കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് അതങ്ങ് മാറ്റി കൊടുക്കാം. അതുപോലെ നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. നമ്മളിവിടെ ചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ എണ്ണ ചൂടാകുമ്പോൾ സ്വല്പം കടുക് ഇട്ട് കൊടുക്കണം. കുറച്ച് ഉലുവയും കൂടെ ഞാനിപ്പോൾ അങ്ങ് ചേർക്കുവാണ്. അച്ചാർ വെക്കുമ്പോൾ എപ്പോഴും നമ്മളുണ്ടല്ലോ, ചട്ടിയിലോ അല്ലെങ്കിൽ സ്റ്റീലിന്റെ പാത്രമാണെങ്കിലും വലിയ കുഴപ്പമില്ല, കഴിയുന്നതും ചട്ടി തന്നെ ഉണ്ടാക്കണം. ഈ പുളിയുള്ളതല്ലേ, അലുമിനിയത്തിലൊന്നും അത് ഉണ്ടാക്കരുത്. പൊട്ടിക്കഴിയുമ്പോഴത്തേന് ഇത് പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി പിന്നെ ഈ കാന്താരി ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണേ. ഈ പച്ചമുളക് ഇടുമ്പോൾ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. നമ്മൾ കൈക്ക് നീളമുള്ള സ്പൂൺ വേണം എടുക്കാനേ. ഇപ്പം നമ്മളൊരു സ്വല്പം ഒന്ന് മാറി നിന്നിട്ട് ഇളക്കി കൊടുത്താൽ മതി. വഴന്ന് വരണം, അതിൻ്റെ വെള്ളമയമൊക്കെ ഒന്ന് മാറി കിട്ടണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടായി പോകും. ഇപ്പം എല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അങ്ങ് ഒരുപാട് കരിയൊന്നും വേണ്ട, ഇതൊന്ന് ശരിക്കൊന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം. അതിനകത്ത് എന്തെങ്കിലും ഒരു വെള്ളമയമൊക്കെ ഉണ്ടെങ്കിലേ അതും അങ്ങ് ഇതിൻ്റെ കൂടെ കിടന്ന് അങ്ങ് മൂത്തങ്ങ് ശരിയായിക്കോളൂ. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചേക്കുന്ന നാരങ്ങ ഞാൻ അരിഞ്ഞു വെച്ചതുണ്ടോ, അരിയുമ്പോൾ തന്നെ നമുക്ക് കുറേ ജ്യൂസ് അതിനകത്തോട്ട് അങ്ങ് ആകും കണ്ടോ, അരിഞ്ഞങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേന്. കാരണം അതുപോലെ ഈ നാരങ്ങ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതും കൂടി ഇതിനകത്തിട്ടൊന്ന് വഴറ്റണേ. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇതുവരെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ. സ്വല്പ കായത്തിൻ്റെ പൊടിയും കൂടെ ഞാനിത് ചേർക്കുകയാണേ.
ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക. ഇത് ഞാൻ തിളപ്പിച്ച് വെച്ചേക്കുന്ന വെള്ളമാണ് കേട്ടോ, അല്ലാതെ പച്ചവെള്ളം എടുത്ത് ഒഴിക്കരുത്. നമ്മുടെ ആവശ്യത്തിന് ഇതിന് ഞാനൊരു 2 സ്പൂൺ വെള്ളമാണ് ഇതിനകത്ത് ഒഴിച്ചേക്കുന്നത്. ഇനി ഒരു സ്വല്പം വിനിഗറും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ വിനിഗർ ചേർക്കുമ്പോഴുണ്ടല്ലോ നാരങ്ങയ്ക്ക് ഒരു കയ്പ്പ് രസമൊക്കെ ഉള്ളതൊക്കെ മാറാൻ നല്ല. നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചപ്പോൾ തന്നെ കുറച്ച് കയ്പ്പ് മാറിയിട്ടുണ്ടാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്വല്പം പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. ആ ഒരു പുളി ഒന്ന് ക്രമീകരിക്കാനാണ് നമ്മളത് ചെയ്യുന്നത്. ഒരുപാടില്ല, ഒരു 1/2 ടീസ്പൂൺ. ഇപ്പം അങ്ങനെ മധുരം ഇഷ്ടമില്ലാത്തവരത് ചേർക്കണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാവേ. ഇത്രയും മതി. അപ്പം നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു വെള്ളവുമായി, തിളപ്പിച്ച വെള്ളമേ ഒഴിക്കാവുള്ളൂ, പച്ചവെള്ളം എടുത്ത് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ. സൂപ്പർ ടേസ്റ്റിലുള്ള നാരങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഈ ചട്ടി തന്നെ ഞാനങ്ങ് വെച്ചേക്കും. നാളെ ഇതെടുത്ത് കുപ്പിയിലാക്കത്തുള്ളൂ. അന്നേരത്തേന് നന്നായിട്ട് തണുത്ത് കുറച്ച് വെള്ളമൊന്ന് പറ്റും കേട്ടോ. അടിപൊളി ടേസ്റ്റിലുള്ള വെള്ള നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തൊക്കെ കഴിയുമ്പോൾ വേണം നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്ത് ഉണങ്ങിയ ഒരു കുപ്പിക്കകത്ത് വേണം നമ്മളിത് എടുത്തു വെക്കാനേ. പെട്ടെന്ന് എടുക്കാമെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഇത് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ്. ചാനലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക്